എല്ലാവർക്കും ടാൻജൻറ്റിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പ്ലസ് ടുവിലെ ആദ്യത്തെ 5 പാഠങ്ങൾ ഉൾപ്പെടുത്തി 20 മാർക്കിനുള്ള 8 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും 8ലെ ബി പാർട്ടും മുമ്പുള്ള വീഡിയോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടാണ്. അതിൽ എ പാർട്ട് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. ബി പാർട്ട് പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ഇപ്പോൾ എ ക്വസ്റ്റ്യനിൽ സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സൈൻ എക്സ് 1/2 ആവുന്നത് π/6 അല്ലെങ്കിൽ 30 ഡിഗ്രിയിലാണ്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു π/6 എന്ന് എഴുതാം, വിച്ച് ബിലോങ്സ് ടു -π/2 ടു π/2. അതുപോലെ തന്നെ ബി പാർട്ട് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് തെളിയിക്കാനാണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 - xy എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് 2/11 ഡിവൈഡ് ബൈ 1 - 1/2 ഇൻറ്റു 2/11 എന്ന് കിട്ടും. ഇനി നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ടാൻ ഇൻവേഴ്സ് 11 പ്ലസ് 4 ഡിവൈഡ് ബൈ 22 ദ ഹോൾ ഡിവൈഡ് ബൈ 22 - 2 ഡിവൈഡ് ബൈ 22 എന്ന് കിട്ടും. ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് 1/22 ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 11 പ്ലസ് 4 ഡിവൈഡ് ബൈ 22 - 2 ആണ്. 11 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 15 ആണ്. അത് നമുക്ക് 22 - 2 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 15/20 എന്ന് കിട്ടും. ഇനി 50യെയും 15നെയും 20യെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു kx + 1 വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് 3x - 5 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 5 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പം ഇവിടെ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു 5ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ 5നേക്കാൾ ചെറിയ സംഖ്യയാണ് 5 ചെറിയ സംഖ്യയിൽ നിന്ന് 5ലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് പോസിറ്റീവ് സൈഡിൽ നിന്ന്, അതായത് 5നേക്കാൾ വലിയ സംഖ്യകളിൽ നിന്ന് 5ലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇത് 5 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് അതിനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 മൈനസ് kx + 1 ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 പ്ലസ് 3x - 5 എന്ന് എഴുതാൻ കഴിയും. കാരണം 5നേക്കാൾ ചെറിയ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് kx + 1 എന്നാണ് കൊടുക്കാനുള്ളത്. 5നേക്കാൾ വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് 3x - 5 ആണ് കൊടുക്കാനുള്ളത്. വിച്ച് ഇംപ്ലൈസ് 3 × 5 - 5 ഈക്വൽ ടു k × 5 + 1. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 15 - 5 ഈക്വൽ ടു 5k + 1 എന്ന് കിട്ടും. അതായത് 10 ഈക്വൽ ടു 5k + 1. അതിൽ നിന്ന് നമുക്ക് 9 ഈക്വൽ ടു 5k എന്ന് എഴുതാം. k ഈക്വൽ ടു 9/5 എന്നും കിട്ടും. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് the determinant of the matrix y plus k y y y y plus k y y y y plus k is equal to k square into 3y plus k എന്ന് തെളിയിക്കണം. ഇനി അതിനാദ്യമായിട്ട് നമ്മൾ ആദ്യം റോ ട്രാൻസ്ഫോർമേഷൻസ് വെച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് R1 ഗിവ്സ് R1 മൈനസ് R2. അതായത് ഫസ്റ്റ് റോയിൽ നിന്നും സെക്കൻഡ് റോ കുറയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് റോയിൽ നിന്ന് സെക്കൻഡ് റോ കുറയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ റോ എന്ന് പറയുന്നത് y plus k y y, അതിൽ നിന്നും സെക്കൻഡ് റോ എന്ന് പറയുന്നത് y plus k y ആണ്. അപ്പോൾ ഇത് കുറയ്ക്കണം. ആദ്യത്തെ y plus kയിൽ നിന്നും y കുറയ്ക്കുമ്പോൾ നമുക്ക് k എന്ന് കിട്ടും. അത് കണക്കിന് yയിൽ നിന്നും y plus k കുറയ്ക്കുമ്പോൾ നമുക്ക് -k എന്ന് കിട്ടും. yയിൽ നിന്നും y കുറയ്ക്കുമ്പോൾ നമുക്ക് 0 എന്നും കിട്ടും. അപ്പോൾ അത് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് k - k 0 y plus k y plus k എന്ന് കിട്ടും. ഇനി ആദ്യത്തെ റോയിൽ നിന്ന് നമുക്ക് k പുറത്തെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് k - k 0 y plus k y plus k is equal to k into determinant of 1 - 1 0 y plus k y plus k എന്ന് കിട്ടും.
ഇനി അടുത്ത റോ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോയിലാണ് ചെയ്യാനുള്ളത്. സെക്കൻഡ് റോ അതായത് R2 ഗീവ്സ് R2 മൈനസ് R3 ചെയ്യണം. R2വിൽ നിന്ന് സെക്കൻഡ് റോയിൽ നിന്ന് തേർഡ് റോ കുറയ്ക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് റോയിൽ നിന്ന് തേർഡ് റോ കുറയ്ക്കുമ്പോൾ നമുക്ക് k ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് 1 മൈനസ് 1 0, അതിന് മാറ്റമില്ല. ഇനി രണ്ടാമത്തെ റോയിൽ നിന്നും മൂന്നാമത്തെ റോ കുറയ്ക്കുമ്പോൾ, അതായത് വൈയിൽ നിന്നും y കുറയ്ക്കുമ്പോൾ 0 എന്നും y പ്ലസ് കെയിൽ നിന്ന് y കുറയ്ക്കുമ്പോൾ k എന്നും വൈയിൽ നിന്ന് y പ്ലസ് കെ കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് k എന്നും കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു k പുറത്തെടുക്കാം. അപ്പോൾ ആ k പുറത്തെടുക്കുമ്പോൾ പുറത്തുള്ളൊരു kയും കൂടെ ചേർത്ത് നമുക്ക് ഇവിടെ k സ്ക്വയർ എന്നാവും. അപ്പോൾ k സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് 1 മൈനസ് 1 0 0 1 മൈനസ് 1 y പ്ലസ് k എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ k സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുകയാണ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം 3/3 ആയതുകൊണ്ട് ആദ്യത്തെ റോയിൽ ആദ്യത്തെ എലമെൻ്റ് എടുക്കുകയാണ്. 1 ഇൻറ്റു ആ എലമെൻറ്റ് വരുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള എലമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 y പ്ലസ് കെ ആണ്. അത് കണക്കിനി അടുത്തത് മൈനസ് ചിഹ്നമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് -1 ആണ്. അപ്പോൾ -1 അത് +1 ആവും. അപ്പോൾ +1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ആ റോയും കോളവും കഴിഞ്ഞ് ബാക്കിയുള്ള എലമെൻറ്റ്സ്, അതായത് 0 -1 y പ്ലസ് കെ ഇങ്ങനെയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇനി നമ്മൾ +0 ഇൻറ്റു ആ റോയും കോളവും കഴിഞ്ഞ് ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാനതിവിടെ എഴുതിയിട്ടില്ലാത്തത്. ഇനി നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ k സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് 1 മൈനസ് 1 y പ്ലസ് കെ, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് y പ്ലസ് കെ ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു y ആണ്. അത് y പ്ലസ് കെ പ്ലസ് y എന്നാവും. ഇനി അടുത്ത രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 ഇൻറ്റു 0 ഇൻറ്റു y പ്ലസ് കെ 0 എന്ന് കിട്ടും, മൈനസ് 1 ഇൻറ്റു y, അതായത് പ്ലസ് y എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ k സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൽ 1 ഇൻറ്റു y പ്ലസ് കെ പ്ലസ് y പ്ലസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ 0 പ്ലസ് y. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് k സ്ക്വയർ ഇൻറ്റു 3y ഇവിടെ ഉണ്ട് ടോട്ടൽ. അപ്പോൾ 3y ഇവിടെ ചേർത്ത് 3y, ഇനിയുള്ള ഒരു kയും കൂടെ ചേർത്ത് 3y പ്ലസ് k, അതായത് k സ്ക്വയർ പ്ലസ് 3y പ്ലസ് k എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനും കണ്ടുപിടിച്ച് കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യനും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് a ഈക്വൽ ടു n ക്രോസ് n, അതായത് നാച്ചുറൽ നമ്പർ ആണ് n ക്രോസ് n ആൻഡ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ a, b സ്റ്റാർ c, d ഈസ് ഈക്വൽ ടു a പ്ലസ് c, b പ്ലസ് d. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് 1, 2 സ്റ്റാർ 2, 3. അതിൽ ബി എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, സി എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. അപ്പം നമ്മൾ ആദ്യം 1, 2 സ്റ്റാർ 2, 3 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം a, b സ്റ്റാർ c, d ഈസ് ഈക്വൽ ടു a പ്ലസ് c, b പ്ലസ് d ആണെന്നറിയാം. അപ്പോൾ 1, 2 സ്റ്റാർ 2, 3 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2, 2 പ്ലസ് 3 എന്ന് എഴുതാൻ കഴിയും. 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3, 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 5. അപ്പം 3, 5 എന്ന് കിട്ടും. അതായത് 1, d സ്റ്റാർ 2, 3 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5 എന്ന് കിട്ടും. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് തെളിയിക്കണം. നമ്മളിവിടെ ഈ 2 എലമെൻറ്റ്സ് എടുക്കുകയാണ്. 2 എലമെൻറ്റ്സ് a, b, c, d എന്നുള്ള 2 എലമെൻറ്റ്സ് എടുക്കുകയാണ്. ഈ 2 എലമെൻറ്റ്സും a അല്ലെങ്കിൽ n ക്രോസ് n എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആണ്. അപ്പം ദെൻ a, b സ്റ്റാർ c, d എന്ന് പറയുന്നത് ഈ 2 എലമെൻറ്റ്സും നമ്മൾ സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ, സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് a പ്ലസ് c, b പ്ലസ് d എന്ന് കിട്ടും. ആൻഡ് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി അതിനെ തിരിച്ചിട്ട് ഒന്നുകൂടി സ്റ്റാർ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ a, b സ്റ്റാർ c, d ആണ് ചെയ്തത്. ഇനി c, d സ്റ്റാർ a, b ചെയ്യണം. അപ്പോഴും നമുക്ക് a പ്ലസ് c പ്ലസ് b പ്ലസ് d എന്നുള്ള ഉത്തരം തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ therefore a, b സ്റ്റാർ c, d is equal to c, d സ്റ്റാർ a, b എന്ന് എഴുതാം. ആൻഡ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്നാണ് തെളിയിക്കാനുള്ളത്. സി ക്വസ്റ്റ്യൻ സ്റ്റാർ അസോസിയേറ്റീവ് ആണെന്ന് തെളിയിക്കണം. ഇതിനുവേണ്ടി നമ്മൾ 3 എലമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. a, b, c, d, e, f ഇങ്ങനെ 3 എലമെൻറ്റ് വിച്ച് ബിലോങ്സ് ടു n ക്രോസ് n അല്ലെങ്കിൽ a. അപ്പം നമ്മൾ ആദ്യം a, b സ്റ്റാർ c, d സ്റ്റാർ e, f ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ c, d സ്റ്റാർ e, f ചെയ്യുമ്പോൾ നമുക്ക് c പ്ലസ് e
കോമ ഡി പ്ലസ് എഫ് എന്ന് കിട്ടും. ബാക്കി എ കോമ ബി ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ എ കോമ ബി സ്റ്റാർ സി പ്ലസ് ഇ കോമ ഡി പ്ലസ് എഫ് എന്ന് കിട്ടും. ഇനി ഈ രണ്ട് എലമെൻസും കൂടെ സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് എ പ്ലസ് സി പ്ലസ് ഇ കോമ ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മൾ എ കോമ ബി സ്റ്റാർ സി കോമ ഡി സ്റ്റാർ ഇ കോമ എഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ എ കോമ ബി സ്റ്റാർ സി കോമ ഡി ചെയ്യുമ്പോൾ നമുക്ക് എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി എന്ന് കിട്ടും സ്റ്റാർ ഇ കോമ എഫ്. ഇനി ഈ രണ്ട് എലമെൻസും കൂടെ സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് എ പ്ലസ് സി പ്ലസ് ഇ കോമ ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയും എ കോമ ബി സ്റ്റാർ സി കോമ ഡി സ്റ്റാർ ഇ കോമ എഫ് ഇസ് ഈക്വൽ ടു എ ബി സ്റ്റാർ സി കോമ ഡി സ്റ്റാർ ഇ കോമ എഫ് എന്ന് എഴുതാൻ കഴിയും. ദെയർഫോർ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാൻ കഴിയും. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ടാണ്. അതിൽ ആദ്യത്തെ പാർട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 13π/4. സൈൻ ഇൻവേഴ്സ് 13π/4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65 എന്ന് തെളിയിക്കണം. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4 ആണ്. അത് നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് 13π/4നെ സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4നെ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് 12π/4 പ്ലസ് π/4 എന്ന് എഴുതാം. 12π/4 പ്ലസ് π/4 എന്ന് എഴുതാൻ കഴിയും. ഇനി അതിനെ വേണമെങ്കിൽ 12π/4നെ നമുക്ക് വേണമെങ്കിൽ 3π എന്ന് എഴുതാം. അപ്പോൾ നമുക്കതിനെ സൈൻ ഇൻവേഴ്സ് സൈൻ 3π പ്ലസ് π/4 എന്ന് എഴുതാൻ കഴിയും. സൈൻ ഇൻവേഴ്സ് സൈൻ 3π പ്ലസ് π/4 എന്ന് എഴുതാൻ കഴിയും. ഇനി 3π എന്ന് പറയുന്നത് ഒരു 2π എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം 4 ക്വാർട്ടറിൻ്റെയും കറങ്ങി വരുന്നതാണ്. പിന്നെ പൈയും കൂടെ ചേരുമ്പോൾ ഇത് സെക്കൻഡ് ക്വാർട്ടറിലോട്ട് പോകും. പൈ പ്ലസ് π/4 ആകുമ്പോൾ ഇത് തേർഡ് ക്വാർട്ടറിലോട്ട് പോകും. അപ്പോൾ തേർഡ് ക്വാർട്ടറിൽ എന്ന് പറയുന്നത് സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സൈൻ നെഗറ്റീവാണ് തേർഡ് ക്വാർട്ടറിൽ. അപ്പം നമുക്ക് സൈൻ ഇൻവേഴ്സ് 13π/4നെ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ 3π പ്ലസ് π/4നെ സൈൻ ഇൻവേഴ്സ് മൈനസ് സൈൻ π/4 എന്ന് എഴുതാൻ കഴിയും. സൈൻ ഇൻവേഴ്സ് മൈനസ് സൈൻ π/4 എന്ന് എഴുതാൻ കഴിയും. അതിന് വേണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ മൈനസ് π/4 എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് മൈനസ് π/4 എന്ന് ഉത്തരം കിട്ടും. വിച്ച് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -π/2 ടു π/2. അപ്പോൾ നമ്മൾ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് 4/5 ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയാൽ നമുക്ക് കോസ് എക്സ് ഈക്വൽ ടു 4/5 എന്ന് എഴുതാൻ കഴിയും. കോസ് എക്സ് ഈക്വൽ ടു 4/5 എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് ഇനി നമ്മൾ സൈൻ എക്സ് കണ്ടു. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു √1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ കഴിയും. അതിൽ നിന്ന് √1 - 4/5 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ √1 - 16/25 ഈക്വൽ ടു 3/5 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ കോസ് എക്സ് 4/5 എന്നും സൈൻ എക്സ് 3/5 എന്നും കിട്ടി. അത് കണക്കിന് നമ്മളിപ്പോൾ കോസ് ഇൻവേഴ്സ് 12/13നെ വൈ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കോസ് വൈ 12/13 എന്നും കിട്ടും. അത് കണക്കിന് സൈൻ വൈ 5/13 എന്നും കിട്ടും. അപ്പോൾ നമ്മളിവിടെ കോസ് എക്സ് സൈൻ എക്സ് കോസ് വൈ സൈൻ വൈ എന്നിവയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസിക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കോസ് എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും കോസ് വൈയുടെയും സൈൻ വൈയുടെയും വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസിക്വൽ ടു 4/5 × 12/13 മൈനസ് 3/5 × 5/13 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 4 × 12 48, 5 × 13 65. അപ്പോൾ 48/65 മൈനസ് 3 × 5 15, 5 × 13 വീണ്ടും 65. അപ്പം 48/65 മൈനസ് 15/65 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 33/65 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65 എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 33/65 എന്ന് എഴുതാം. ഇനി എക്സും വൈയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4/5 ആണ്. അത് കണക്ക് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 12/13 ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ
ഷോ ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 2. ഇവിടെ y2 y1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവുമാണ്. y1 ഫസ്റ്റ് ഡെറിവേറ്റീവ്, y2 സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കിവിടെ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് y1 അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിൽ എടുക്കണം. അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്നിട്ട് അപ്പോൾ y1 ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നിന്ന് y1 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ഈ രണ്ട് സൈഡിലും ഇപ്പം നമ്മൾ കിട്ടിയ ഇക്വേഷനെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. y1 ഉണ്ട്, √1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനുള്ളതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ റൂള് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഡെറിവേറ്റീവ് ഓഫ് √1 മൈനസ് എക്സ് സ്ക്വയർ 1/2√1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് -2x എന്ന് കിട്ടും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ √1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ y1ൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് y2 എന്ന് കിട്ടും. ഈക്വൽ ടു റൈറ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 2 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 2 ഇൻറ്റു 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള y1 ഇൻറ്റു 1/2√1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു -2x-ൻ്റെ 2ഉം 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് y1 ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ √1 മൈനസ് y1 ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് വിത്ത് √1 മൈനസ് എക്സ് സ്ക്വയർ, രണ്ട് സൈഡിലും √1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് -xy1 പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. √1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് xy1 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അടുത്തായിട്ട് നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ 3 പാർട്ടായിട്ടാണ്. അതിൽ എ പാർട്ട് ഫോർ ദ സിമെട്രിക് മെട്രിക്സ് 2x4 538 4y9 ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ബി പാർട്ട് ഫ്രോം ദ പാർട്ട് എ വെരിഫൈ a dash and a plus a dash are symmetric matrices. C part if a equal to matrix 3 1 minus 1 2 show that a square minus 5a plus 7i equal to 0, hence find a raised to 4 and a inverse. അങ്ങനെ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിനെ നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ a ഈക്വൽ ടു 2x4 538 4y9. അങ്ങനെയാണെങ്കിൽ ഇത് സിമ്മട്രിക് ആയതുകൊണ്ട് തന്നെ a ഈക്വൽ ടു a ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ a ട്രാൻസ്പോസും കൂടെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ a ഡാഷും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ a ട്രാൻസ്പോസ് ഈക്വൽ ടു 254 x3y 489 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് a ട്രാൻസ്പോസ് ഈക്വൽ ടു a എന്ന് കൊടുക്കാം. a ട്രാൻസ്പോസ് ഈക്വൽ ടു a എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് x ഈക്വൽ ടു 5 എന്നും y ഈക്വൽ ടു 8 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എയും a ട്രാൻസ്പോസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് കണക്ക് തന്നെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എക്സ് ഈക്വൽ ടു 5 y ഈക്വൽ ടു 8. ഇനി ബി പാർട്ട് എന്ന് പറഞ്ഞാൽ a ഡാഷ് ആണ്. a ഡാഷ് അല്ലെങ്കിൽ a ഇൻറ്റു a ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, ഇവിടെ എയും a ട്രാൻസ്പോസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് രണ്ടും സെയിം ആണ്, എയും a ട്രാൻസ്പോസും സെയിം ആണ്. അപ്പോൾ a ഇൻറ്റു a ട്രാൻസ്പോസ് ഈക്വൽ ടു 254 538 489 ഇൻറ്റു 254 538 489 എന്ന് കിട്ടി. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും തമ്മിൽ ഗുണിക്കണം. അതായത് 2 ഇൻറ്റു 2 4 5 ഇൻറ്റു 5 25 4 ഇൻറ്റു 4 16 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടെ ഗുണിക്കണം. അങ്ങനെ എല്ലാം കൂടെ ഗുണിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 45 57 84 57 98 116 84 116 161 ആണ്.
അടുത്ത ഇനി എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇവിടെ എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എ എന്ന് പറയുന്നത് 254 538 489. അത് കണക്ക് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 254 538 489 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4 10 8 10 6 16 8 16 18 എന്ന മെട്രിക്സ് കിട്ടും. ഇനി ഈ കണ്ടുപിടിച്ച രണ്ട് മെട്രിക്സുകൾ നമ്മൾ ചെക്ക് ചെയ്യും. ഈ എ ട്രാൻസ്പോസും എ പ്ലസ് എ ട്രാൻസ്പോസും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഈ രണ്ട് മെട്രിക്സിൻ്റെയും ട്രാൻസ്പോസ് എടുക്കുമ്പോഴും നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മെട്രിക്സും എ ഇൻറ്റു എ ഡാഷും അതുപോലെ തന്നെ എ പ്ലസ് എ ഡാഷും നമുക്ക് സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് പറയാൻ കഴിയും. കാരണം എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെയും എ ട്രാൻസ്പോസിൻ്റെയും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും ആ സെയിം മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ കിട്ടും. അടുത്ത സി പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് തെളിയിക്കാനുള്ളത് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0 എന്ന് തെളിയിക്കണം. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് 3 1 -1 2 ആണ്. ഇപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ ആണ്. അതായത് 3 1 -1 2 ഇൻറ്റു 3 1 -1 2. അപ്പം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 3 × 3 9 1 × -1 -1 9 -1 8. അത് കണക്ക് ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 8 5 -5 3 എന്ന മെട്രിക്സ് കിട്ടുന്നു. ഇനി അടുത്തത് എ സ്ക്വയർ ഉണ്ട്. ഇനി നമുക്ക് 5a കണ്ടുപിടിക്കാം. 5a എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു മെട്രിക്സ് എ, അതായത് മെട്രിക്സ് എ 3 1 -1 2 ആണ്. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 15 5 -5 10 ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉള്ള മെട്രിക്സ് കിട്ടുന്നു. 7i എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു ഐഡൻറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റി മെട്രിക്സ് 1 0 0 1 ആണ്. അതിൻ്റെ 7 ചെയ്യുമ്പോൾ നമുക്ക് 7 0 0 7 എന്ന് കിട്ടും. ഇനി നമ്മൾ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i കണ്ടുപിടിക്കണം. അപ്പോൾ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈസ് ഈക്വൽ ടു 8 5 -5 3 മൈനസ് 15 5 -5 10 പ്ലസ് 7 0 0 7 എന്ന് കിട്ടും. ഇനി ആദ്യത്തെ രണ്ട് മെട്രിക്സ് നമ്മൾ കുറയ്ക്കുമ്പോൾ ആദ്യത്തെ മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ് കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ്, അങ്ങനെ എല്ലാ എലമെൻറ്റ്സും നമ്മൾ കുറച്ച് എഴുതണം. 8ൽ നിന്ന് 15 കുറച്ചാൽ -7, 5ൽ നിന്ന് 5 കുറച്ചാൽ 0, -5ൽ നിന്ന് -5 കുറച്ചാൽ 0, 3ൽ നിന്ന് 10 കുറച്ചാൽ -7 എന്ന് കിട്ടും. ഇനി ബാക്കിയുള്ളത് ഐഡൻറ്റി മെട്രിക്സ് ആണ്. അത് 7 0 0 7 ആണ്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 0 0 0 0 എന്ന് കിട്ടും. അതായത് 0 മെട്രിക്സ് കിട്ടും. അതായത് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0 എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എ സ്ക്വയർ മൈനസ് 5a ഈക്വൽ ടു 7i എന്ന് എഴുതാൻ കഴിയും. 7i എന്ന് എഴുതാൻ കഴിയും. ഇനി നമുക്ക് ഈ ഈക്വൽ സൈനിൻ്റെ രണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ മൈനസ് 5a ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു 7ia ഇൻവേഴ്സ് എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ എ എന്ന് കിട്ടും. 5a ഇൻവേഴ്സ് ഇൻറ്റു എ 5i എന്ന് കിട്ടും. 7i ഇൻറ്റു എ ഇൻവേഴ്സ് 7a ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ a മൈനസ് 5i ഈക്വൽ ടു 7a ഇൻവേഴ്സ് എന്ന് കിട്ടും. എ ഇൻവേഴ്സ് ഈക്വൽ ടു a മൈനസ് 5i ഡിവൈഡ് ബൈ 7 എന്ന് കിട്ടും. ഇനി നമ്മൾ a മൈനസ് 5i കണ്ടുപിടിക്കണം. a മൈനസ് 5i ഈക്വൽ ടു 3 1 -1 2 മൈനസ് 5 ഇൻറ്റു 1 0 0 1. ഇനി 5 ഇൻറ്റു 1 0 0 1 എന്ന് പറയുന്നത് 5 0 0 5 ആണ്. അപ്പോൾ നമുക്ക് a മൈനസ് 5i ഈക്വൽ ടു 3 1 -1 2 മൈനസ് 5 0 0 5 എന്ന് കിട്ടും. അത് നമുക്ക് ചെയ്യുമ്പോൾ -2 1 -1 -3 മനസ്സ് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് a മൈനസ് 5i ഡിവൈഡ് ബൈ 7 ആണ്. a മൈനസ് 5i ഡിവൈഡ് ബൈ 7 എന്ന് പറയുന്നത് 1/7 ഇൻറ്റു -2 1 -1 -3. അത് നമുക്ക് ചെയ്യുമ്പോൾ -2/7 1/7 -1/7 -3/7 എന്ന് കിട്ടും. അതാണ് എ ഇൻവേഴ്സ്. ഇനി എ സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട്. 8 5 -5 3 a⁴ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആണ്. അപ്പോൾ 8 5 -5 3 ഇൻറ്റു 8 5 -5 3 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ ഗുണിച്ച് ഫസ്റ്റ് എലമെൻ്റ് എഴുതുക. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടെ ഗുണിച്ച് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് എഴുതുക. അങ്ങനെ 4 എലമെൻറ്റ്സ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 39 55 -55 -16 ഇങ്ങനെയുള്ള എലമെൻറ്റ്സാണ്. അപ്പോൾ a⁴ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0 എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് dy/dx. ഇനി രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ. അതിൽ എ പാർട്ട് എന്ന് പറയുന്നത് x ഈക്വൽ ടു a ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ
കോമ y ഈക്വൽ ടു a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇനി ബി പാർട്ട് y ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു ലോഗ് എക്സ് എന്നുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉത്തരത്തിലോട്ട് കിടക്കാം. ആദ്യം എ പാർട്ടാണ്. എ പാർട്ടിൽ എക്സ് ഈക്വൽ ടു എ തീറ്റ മൈനസ് സൈൻ തീറ്റ എന്നും y ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുക. ഇനി തീറ്റയുടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി തീറ്റ ഇസിക്കൽ ടു എ ഇൻറ്റു എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് അതൊഴിച്ച് ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് 1ഉം സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റയുമാണ്. അപ്പം എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും ഡി എക്സ് ബൈ ഡി തീറ്റ. ഇത് കണക്ക് ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് കോസ് തീറ്റയാണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പം നമുക്ക് മൈനസ് എ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയാണ്. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ ആണെന്നും ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണെന്നും അറിയാം. ഇനി നമുക്ക് സൈൻ തീറ്റ വേണമെങ്കിൽ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അതുപോലെ നമുക്ക് 1 മൈനസ് കോസ് തീറ്റയെ 2 സൈൻ തീറ്റ ബൈ 2 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ എ ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. അതിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലുള്ള എയും 2ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അതുപോലെ തന്നെ സൈൻ തീറ്റ ബൈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അപ്പം ന്യൂമറേറ്ററിൽ മൈനസ് കോസ് തീറ്റ ബൈ 2 വരും, ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ ബൈ 2 വരും, ഈക്വൽ ടു മൈനസ് കോട്ട് തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് y ഈക്വൽ ടു സൈൻ എക്സ് റൈസ് ടു ലോഗ് എക്സ് എന്നാണ്. y ഈക്വൽ ടു സൈൻ എക്സ് റൈസ് ടു ലോഗ് എക്സ് എന്നാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിൽ നമ്മൾ ലോഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് കിട്ടും. ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. അങ്ങനെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈൻ എക്സ് റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് എന്നുള്ള ഫോമിലാണ്. ഇപ്പോൾ ലോഗ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. അപ്പം ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ആണ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ ഡെറിവേറ്റീവ് ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷനായ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സിൻ്റെ ഫംഗ്ഷൻ 1/sin x ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇനി നമ്മൾ 1/y അങ്ങ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡ് ബൈ ടാൻ എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് എഴുതാൻ കഴിയും. ലോഗ് എക്സ് ഡിവൈഡ് ബൈ ടാൻ എക്സ് എന്ന് എഴുതിയത് ഇവിടെ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അതിന് വേണമെങ്കിൽ നമുക്ക് 1/tan x എന്ന് എഴുതാം. അതുകൊണ്ടാണ് ലോഗ് എക്സ് ഡിവൈഡ് ബൈ ടാൻ എക്സ് എന്ന് എഴുതിയത്. ഇനി നമുക്ക് വൈയുടെ വാല്യൂ ഇവിടെ എടുത്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ബൈ എക്സ് എന്ന് കിട്ടി. ഇതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്.